ലോകം ഉറ്റുനോക്കുന്ന അമേരിക്ക ഇറാൻ സമാധാന പ്രക്രിയയിലെ അടുത്ത നിർണായക ഘട്ടത്തിന് ഇന്ന് തുടക്കമാകുന്നു. ഇടക്കാല സമാധാന കരാർ ഒപ്പുവെച്ചതിനു ശേഷം അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആദ്യ ഔദ്യോഗിക ചർച്ച സ്വിറ്റ്സർലാൻഡിൽ നടക്കുമെന്നതാണ് സൂചന. ഹോം അപ്ലയൻസസും കിച്ചൺ അപ്ലയൻസസും ഒക്കെ വാങ്ങുമ്പോൾ ചെറിയ തവണകളായി തിരിച്ചടയ്ക്കാനുള്ള EMI സ്കീമുകൾ മൈജി ഫ്യൂച്ചറിലുണ്ടല്ലോ. എക്സ്പീരിയൻസ് ചെയ്യാം നെക്സ്റ്റ് ലെവൽ ഷോപ്പിംഗ് മൈജി ഫ്യൂച്ചറിൽ. സ്വിറ്റ്സർലാൻഡിലെ പ്രശസ്തമായ ബെർഗൻസ്റ്റോക്ക് റിസോർട്ട് കേന്ദ്രത്തിലാണ് ചർച്ച നടക്കുന്നത്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ്, പാക് സൈനിക മേധാവി അസീം മുനീർ എന്നിവരും ഈ ചർച്ചയ്ക്കായി തന്നെ സ്വിറ്റ്സർലാൻഡിലേക്ക് എത്തിയതായ റിപ്പോർട്ടുകളുണ്ട്. ചർച്ചയിലെ ഏറ്റവും പ്രധാന വിഷയങ്ങളിൽ ഒന്ന് എന്നത് ഇറാന്റെ ആണവ പദ്ധതി തന്നെയാണ്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിൽ വീണ്ടും അന്താരാഷ്ട്ര പരിശോധനകൾ അനുവദിക്കണം എന്നത് അമേരിക്ക ആവശ്യപ്പെടുന്നു എന്നതാണ് സൂചന. ഇതിനായി തന്നെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ നിരീക്ഷകരെ അവിടെ ക്ഷണിക്കാനാകട്ടെ ടെഹ്റാൻ തയ്യാറെടുക്കുന്ന എന്നതാണ് ഇവിടെ പ്രതീക്ഷ വെച്ചുകൊണ്ട് അമേരിക്കൻ വൃത്തങ്ങൾ പങ്കുവയ്ക്കുന്നത്. അടുത്തിടെ തന്നെ നടന്ന അമേരിക്ക ഇസ്രായേൽ സൈനിക ആക്രമണങ്ങളിൽ ഇറാന്റെ ചില ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇറാന്റെ ആണവ ശേഷിയെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നതും ചർച്ചയുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായി തന്നെ പറയുകയാണ്. അതേസമയം വർഷങ്ങളായി തന്നെ മരവിപ്പിച്ചിട്ടുള്ള ഇറാന്റെ വിദേശ ഫണ്ടുകളുടെ വിഷയവും ചർച്ചയിൽ നിർണായകമാകും. ഖത്തറിൽ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ഏകദേശം $600 കോടി ഫണ്ടിൽ നിന്ന് ഒരു ഭാഗം വിട്ടു നൽകാൻ അമേരിക്ക തയ്യാറാകുമെന്നതാണ് വിലയിരുത്തൽ. ഇത് സമാധാന പ്രക്രിയയ്ക്ക് കൂടുതൽ ശക്തി പകരുമെന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നതും. അതേസമയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷ്കിനും തമ്മിൽ ഒപ്പുവെച്ച ഇടക്കാല ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴത്തെ ചർച്ചകൾ നടക്കുന്നത്. അന്തിമ കരാറിൽ എത്തുന്നതിനായി തന്നെ 60 ദിവസത്തെ സമയപരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണി കുറയ്ക്കുവാനും ഹോർമൂസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള നിർണായക വ്യാപാര പാതകൾ അവിടെ സ്ഥിരതയിലേക്ക് മടങ്ങുവാനും ഈ ചർച്ചയ്ക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ലോക സാമ്പത്തിക രംഗവും എണ്ണ വിപണിയും ഈ ചർച്ചയുടെ ഫലത്തെ അവിടെ പ്രതീക്ഷയോടുകൂടിയാണ് കണക്കാക്കുന്നത്. സമാധാനത്തിലേക്കുള്ള വഴി കൂടുതൽ ശക്തമാകുമോ അതോ പുതിയ തർക്കങ്ങൾ ഉടലെടുക്കുമോ എന്നതും ഒരു ചോദ്യമായി തന്നെ മാറുന്നുണ്ട്. അതേസമയം സമാധാന ചർച്ച തടസ്സപ്പെടുത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ശ്രമിക്കുന്നുവെന്ന് US ഇന്റലിജൻസ് റിപ്പോർട്ടും മുന്നറിയിപ്പായി തന്നെ നൽകുകയാണ്. ലെബനനുമായി അവിടെ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെട്ടത് ഇസ്രായേലിൽ നെതന്യാഹുവിനെതിരെ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട്. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധം തുടരും എന്നതാവശ്യപ്പെട്ടാണ് നെതന്യാഹുവിന് സ്വന്തം രാജ്യത്ത് നിന്ന് സമ്മർദ്ദമുള്ളത് എന്നതാണ് ഇന്റലിജൻസ് റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ട് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ലെബനനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നില്ല എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും അടുത്ത തിരഞ്ഞെടുപ്പിലെ നെതന്യാഹുവിന്റെ വിജയ സാധ്യത എന്നതും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ലെബനനിൽ തുടരാനാണ് അവിടെ തീരുമാനിക്കുന്നതെങ്കിൽ ഇത് ഇറാൻ US സമാധാന ചർച്ചകളുടെയും ട്രംപുമായും നെതന്യാഹുവിനുള്ള ബന്ധത്തെയും കൂടുതലായി തന്നെ ബാധിച്ചേക്കും എന്ന ഒരു വിലയിരുത്തൽ കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.